നിറങ്ങൾ നൃത്തം വെക്കുന്ന ഒരു മനസ്സുമായി വടക്കാഞ്ചേരിക്കടുത്ത് എങ്കക്കാട്ട് നിന്നും അടിമുടി കലാകാരനായ ഒരു മനുഷ്യൻ മദ്രാശിക്ക് വണ്ടി കയറി. അമ്മാവൻ PN മേനോന്റെ അനുഗ്രഹാശിസുകളാൽ കലാ സംവിധാനത്തിലായിരുന്നു അയാൾ ആദ്യം കൈവച്ചത്. സ്റ്റുഡിയോ സെറ്റുകൾ എക്സ്ട്രീം ഒറിജിനാലിറ്റിയിൽ ഒരുക്കുന്നതിൽ പുകൾപെറ്റ ആ നാമം പ്രയാണം എന്ന ചിത്രത്തിലൂടെ സംവിധാനം, നിർമ്മാണം, കലാസംവിധാനം എന്നിങ്ങനെ ഒട്ടേറെ വിഭാഗങ്ങളിൽ സെല്ലുലോയിഡിൽ എഴുതിവെക്കപ്പെട്ടു. തുടർന്ന് സ്വന്തം സിനിമകളിലെ സമസ്ത മേഖലകളിലും ആ സവിശേഷ സ്പർശം പ്രശസ്തിയാർജിച്ചു. അതുല്യനായ ഒരു ചിത്രകാരന്റെ ക്യാൻവാസുകൾ പോലെയുള്ള ഫ്രെയിമുകൾ, താരാധിക്യമില്ലാത്ത ചിത്രങ്ങളിലും ദൃശ്യവ്യാകരണം കൊണ്ട് സൂപ്പർ ഹിറ്റുകൾ ഒരുക്കാനുള്ള സംവിധാന പാടവം, കലയും കച്ചവടവും കൃത്യമായി വിളക്കിച്ചേർക്കുന്നതിൽ അനിതര സാധാരണമായ മികവുള്ള ഡയറക്ടോറിയൽ ലെഗസി, കലാസംവിധാനം, ചിത്രസംയോജനം, സംഗീതം, ഗാനരചന തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ മുദ്ര ചാർത്താനും അതിൽ സംസ്ഥാന പുരസ്കാരങ്ങൾ ഒന്നിലേറെ തവണ നേടാനും കെൽപ്പുള്ള മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ, മലയാള സിനിമയുടെ സംവിധായക കുലപതികളിൽ മുൻനിരക്കാരൻ. ഓർമ്മയിലെന്നും ഭരതൻ. പത്മരാജൻ ഭരതൻ ടീമിന്റെ പ്രയാണം എന്നുള്ള സിനിമ കണ്ടിട്ട് അവരോട് ഏറ്റവും കൂടുതൽ ആ രണ്ടുപേരോടുള്ള ഒരു എന്താണ് പറയാ, ഒരു ക്രേസ്ന്നോ എന്താ പറയാ, ആ സമയത്ത് കോളേജ് പഠിക്കുകയാണ് ഞാൻ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അത് വെച്ച് പുലർത്തിയിരുന്നവർ എന്നെ പോലൊരു സാധാരണ ഒരാളെ പത്മരാജൻ ഭരതൻ ടീമിന്റെ അവരുടെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ എന്താ പറയാ ഏറ്റവും വലിയ ഭാഗ്യം അതായിരുന്നു. കാരണം അവരോട് രണ്ടുപേരോടും അടങ്ങാത്ത ആരാധനയായിരുന്നു എനിക്ക്, എന്നെ പോലെയുള്ള കുറെ കോളേജ് സ്റ്റുഡൻസിന് ആ സമയത്ത്. അങ്ങനെ പത്മരാജൻ സാർ എന്നെ ഓൾ ഇന്ത്യ റേഡിയോ ഒന്ന് കണ്ടിട്ട്, ബാലലോകത്തിൽ കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നു. ക്യാമറ ടെസ്റ്റിന് പോയതൊക്കെ ഭയങ്കര തമാശയാണ്. അവിടെ മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ ഞാനും വേറൊരു പയ്യനും ഉണ്ട് ക്യാമറ ടെസ്റ്റിന്. ആ പയ്യനുണ്ട്. ഞങ്ങളോട് ക്യാമറയുടെ മുമ്പിൽ ഓരോന്നൊക്കെ അഭിനയിക്കാൻ പറഞ്ഞു, ചിരിക്കാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ക്ലോസപ്പിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ആരോ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ കളിക്കുന്ന പയ്യൻ എന്തോ ഒരു തമാശ കാണിച്ചപ്പോൾ നിനക്ക് ചിരി വന്നു, അങ്ങനത്തെ ചിരിക്കാൻ പറഞ്ഞു. നമുക്ക് വല്ല പിടിയുണ്ടോ അത് എന്താന്നുള്ളത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പൊ ഞാനൊരു ചിരിയൊക്കെ ചിരിച്ചു. എന്തായാലും എന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോ മറ്റേ പയ്യനെ സെലക്ട് ചെയ്തില്ല. പിന്നെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെല്ലിയാമ്പതിയിൽ വെച്ചിട്ട് ഭരതേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ സെലക്ട് ചെയ്തത് നീ ഭയങ്കര കഴിവുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് നിനക്കൊരു വിചാരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, അങ്ങനെയൊന്നുമില്ല, മറ്റേ പയ്യൻ പരമ ബോറായിരുന്നു, അതുകൊണ്ടാണ് തന്നെ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞു ഭരതേട്ടൻ. അതായിരുന്നു ഭരതേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഏറ്റവും ആദ്യം അതാണ് ഓർമ്മ വരിക എനിക്ക്. ഭരതേട്ടൻ വന്ന ചെന്നൈയിൽ വെച്ച് ഞാനൊരു ഫിലിം ഷൂട്ടിങ്ങിന്റെ സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നു. ഒരു പുതിയ പടം തുടങ്ങുകയാണ്, അതിൽ ജലജയ്ക്ക് പറ്റിയ ഒരു റോളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡേറ്റ്സ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറൊരു കമ്മിറ്റ് ചെയ്ത ഒരു പടമായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താ വെച്ചാൽ ഭരതേട്ടൻ്റെ പടത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ക്യാരക്ടറും ആയിരുന്നു. പടത്തിന്റെ പേര് മർമരം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും ചെന്നൈ വെച്ച് തന്നെ ചേട്ടനെ കാണാൻ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നത് ചേട്ടൻ മർമരങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ്. അപ്പം എൻ്റെ ഓർമ്മയിൽ മർമരങ്ങൾ എന്നായിരുന്നു. അപ്പോൾ പറഞ്ഞ മർമരങ്ങളല്ല, മർമരം, അതെങ്ങനെ കഴിയാനാണ്? അത് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോഴാണ് പറഞ്ഞത്, ഇല്ല, അത് ജലജയ്ക്കുള്ള റോളല്ലേ, അപ്പം അത് ജലജയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അത് ഷൂട്ടിംഗ് തുടങ്ങിയില്ലേ? അല്ല, അതിലെ വിചാരിച്ചിരുന്ന നായികയൊക്കെ വന്ന് അവർ ഷൂട്ടിംഗ് തുടങ്ങി, പക്ഷെ അവർക്ക് സുഖമില്ലാതായതുകൊണ്ട് അത് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം ഡേറ്റ്സ് എല്ലാം മാറി അങ്ങോട്ടേക്ക്. അപ്പം അടുത്ത ഡേറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശരി. അപ്പം നോക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എക്സാംസ് നടക്കുകയാണ്, BA ഫൈനൽസിൻ്റെ എക്സാംസ് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ, എക്സാംസിൻ്റെ ടൈമാണല്ലോ. അപ്പോഴാണ് പറഞ്ഞ, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജലജയ്ക്ക് വന്നിരിക്കുന്നതാണ്, എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. അങ്ങനെ ഞാൻ എൻ്റെ പരീക്ഷ സെപ്റ്റംബറിലേക്ക് ആക്കുകയും ചെയ്തു. ഈ വർക്കിന് ഞാൻ ഏപ്രിൽ മെയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ്, മാട്ടുപ്പെട്ടിയിൽ വെച്ചാണ്. അവിടെ വെച്ചിട്ട് ഈ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഞാൻ ചെയ്ത ഭരതേട്ടൻ്റെ പടം എന്ന് പറയുന്നത് ഒഴിവുകാലം. അതിലൊരു ചെറിയ വേഷമുള്ളെങ്കിലും പക്ഷെ അങ്ങനെയുള്ളൊരു പടത്തിലും കൂടെ ചെയ്യാൻ കഴിഞ്ഞു. പാഥേയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ന്യൂ കമ്മറിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമുള്ള ഒരു പ്രോജക്റ്റായിരുന്നു പാഥേയം.
കാരണം അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഭരതൻ അങ്കിളാണ് അതിൻ്റെ ഡയറക്ടർ. ഭരത് ഗോപി അങ്കിളും ഭാവചിത്ര ജയകുമാർ അങ്കിളും കൂടെ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ലോഹിത സാറിൻ്റെ ആണ് രചന. മമ്മൂക്ക അഭിനയിക്കണു. പിന്നെ മധു അമ്പാട്ട് ക്യാമറ. അങ്കിൾ എൻ്റെ ഫോട്ടോസേ കണ്ടിരുന്നുള്ളൂ അന്ന് പാതയത്തിന് വന്നപ്പോൾ എൻ്റെ ഫോട്ടോസ് കണ്ടു. എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ അങ്കിളുടെ വീട്ടിൽ പോയി. അപ്പോൾ അന്ന് അവിടെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് പടത്തിൻ്റെ ഡേറ്റാണ് പറഞ്ഞത്. നമ്മൾ കൊടൈക്കനാലിൽ ഷൂട്ടിംഗ് ആണ്, അപ്പോൾ ഇന്ന ദിവസമാണ് അവർ കോൺടാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. 2-3 ദിവസം ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് കാണും, എല്ലാവരുമായിട്ട് പരിചയമായി. അപ്പോൾ ഒരു ദിവസം മേക്കപ്പ് മാൻ മണിച്ചേട്ടനോട് പറഞ്ഞു അവളെ റെഡിയാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മണിച്ചേട്ടൻ എനിക്ക് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നല്ല പോണിറ്റെയിലൊക്കെ കെട്ടി, കാരണം ആ ഒരു ഏജും ആണല്ലോ, അങ്ങനെ കെട്ടി ഒക്കെ വന്നു. അപ്പോൾ ഷോട്ട് എടുക്കാൻ പോകും. അപ്പോൾ എല്ലാവരും വന്നിട്ട് എടുക്കാൻ പോവാണ്, തുടങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നു. അപ്പോൾ അങ്കിൾ അവിടെ ചേർന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് മണി എന്ന് വിളിച്ചു. അപ്പോൾ മണിച്ചേട്ടൻ ഓടി വന്നു. നീ എന്താ അവളുടെ മുഖത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്, എല്ലാം തുടക്കിയെന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ ഫുൾ ക്രീം ഇട്ട് കംപ്ലീറ്റ് മേക്കപ്പ് മാറ്റി, അവളുടെ മുടി അഴിച്ചിട്ട്, അവൾ എപ്പോഴും ഇടുന്ന പോലെ അഴിച്ചിട്ടേ എന്ന് പറഞ്ഞു. അഴിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി. അവിടെ നിന്ന് ചെന്നു, നടന്നു വന്നു. അപ്പോൾ എല്ലാവരും നോക്കി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും കൂടെ. അപ്പോൾ അത് റിഹേഴ്സലായിരുന്നു, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അത്. അപ്പോൾ ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നടന്നു വന്നേന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നടന്നു വന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഷോട്ടായിരുന്നു എന്ന്. കാരണം ആ സിനിമയിൽ എനിക്കൊന്ന് ആ ഒരു ഷോട്ടിൽ വേണ്ടത് ആ ഒരു പരിഭ്രമമായിട്ട് നടന്നു വരുന്നതായിരുന്നു. കാരണം ഇത്രയും വലിയൊരു എഴുത്തുകാരൻ കാണാൻ വരുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ നടന്നു വരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും പറഞ്ഞു തന്നില്ല വെറുതെ, കാരണം എൻ്റെ ഒരു ടെൻഷനും എല്ലാം അങ്കിളിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അത്ര സ്മൂത്തായിട്ടാണ് ആ സിനിമ ചെയ്തത്. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ കഥാപാത്രത്തിനെ കുറിച്ചും ഞാൻ അഭിനയിച്ചതിനെ കുറിച്ചും ഒക്കെ ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.